അനാസ്ഥയുടെ നേർചിത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായത്. അപകടം നടന്ന കെട്ടിടം കാലപ്പഴക്കം മൂലം ഉപയോഗിക്കാനാകാത്തതെന്ന് അധികാരികൾക്കെല്ലാം അറിയാമായിരുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റാതിരുന്നതിന് കൊടുക്കേണ്ടി വന്ന വില ഒരു മനുഷ്യജീവനാണ്. സജോ ദേവസ്യയുടെ റിപ്പോർട്ട്. ഈ കാണുന്നതാണ് 10, 11, 14 വാർഡുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക്. ഇതിന്റെ താഴത്തെ 2 നിലകളിലെയും ടോയ്ലറ്റുകൾ അടച്ചിട്ടിരുന്നു. എന്നാൽ മുകളിലത്തേത് ഉപയോഗിച്ചിരുന്നു. അതിലെ ലോജിക്കിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അതിൽ പ്രിൻസിപ്പാൾ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താഴത്തെ 2 ബ്ലോക്കുകളിലും അപകട സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നു. പക്ഷേ ഒരേ ബ്ലോക്കിന്റെ ഭാഗമായ മുകൾ നില മാത്രം തുറന്നു നൽകിയിരുന്നു. അതിൽ തന്നെയുള്ള വൈരുദ്ധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, 12 വർഷം മുൻപ് തന്നെ ബലക്ഷയത്തിന്റെ റിപ്പോർട്ടുണ്ട്. 6 മാസം മുൻപ് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നു. പുതിയ ബ്ലോക്കുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റിംഗ് വൈകി എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഒരു കുടുംബത്തിന്റെ അത്രയും പ്രതീക്ഷയായിരുന്ന, ആശ്രയമായിരുന്ന വിളക്ക് അണഞ്ഞുപോയ അപകടം. 2013 മുതലേ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് വാസ്തവമാണ്. 10ാം വാർഡ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ പണിതിരുന്ന ഒരു വാർഡാണ്. അവിടുത്തെ ടോയ്ലറ്റുകൾക്ക് ബലക്ഷയം ഉള്ളതായിട്ടോ മറ്റ് റിപ്പോർട്ടുകളോ കിട്ടാഞ്ഞുകൊണ്ട് അത് ആൾക്കാർക്ക് അത് ഉപയോഗത്തിൽ ഇരുന്നിരുന്നു. ഈ കാണുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിട സമുച്ചയം. അപകടാവസ്ഥയിലായ 10, 11, 14 വാർഡുകൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും പൊളിച്ചു നീക്കണമെന്നുമുള്ള അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ കൈമാറിയിരുന്നു. പക്ഷേ അത് ഏറെ വൈകി. അതിന് വിലയായി നൽകേണ്ടി വന്നത് ഒരു ജീവനാണ്. ഈ അപകടത്തിനെല്ലാം ശേഷം ഇന്നു മാത്രമാണ് അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ സർജിക്കൽ സ്റ്റോറിൽ നിന്ന് സാമഗ്രികൾ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി തുടങ്ങിയത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാകേണ്ട ആതുരാലയങ്ങൾ അപകട കേന്ദ്രങ്ങളായി മാറരുത്. ന്യായീകരിച്ച് കൈകഴുകാനാവില്ല. സിസ്റ്റത്തിലെ തകരാറുകൾ എന്ന് പഴി പറഞ്ഞതുകൊണ്ടുമായില്ല. ചികിത്സിക്കേണ്ടിടത്ത് ചികിത്സിക്കണം. തുടർച്ചയായ ഇടപെടലും പ്രശ്നപരിഹാരവും വേണം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.